हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 23 മെയ് 2026 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹുദയുടെ സമയമാണ്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹുദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പായി വന്നിരിക്കുന്നത്. ഇത് 3ാമത്തെ എപ്പിസോഡാണ് ഈ സീരീസിൻ്റെ. ഈ മുഴുവൻ സീരീസിലും നാം ഖിലാഫത്തെ അഹമ്മദിയയുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ രാഹുദ എന്നുള്ള പ്രോഗ്രാം, രാഹുദ അത് ഇൻട്രാക്റ്റീവായിട്ടുള്ള പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യവുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള ഉലമാക്കളുടെ സൗദത്തിൽ വെക്കുന്നതായിരിക്കും. പ്രിയ പണ്ഡിതന്മാരുടെ പാനൽ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണപ്പെടുന്ന ഡീറ്റെയിൽ മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന പണ്ഡിതന്മാരെ ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബ് നമ്മോടൊപ്പം ഇവർ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഉമ്മത്ത് മുസ്ലിമ എന്നുള്ള ഈ ഒരവസ്ഥ, ഭിന്നതയുടെയും പിളർപ്പിൻ്റെയും ഒരവസ്ഥ, അതിൻ്റെ കാരണം ഒരു ഖിലാഫത്ത് അല്ലെങ്കിൽ നേതൃത്വമില്ലാത്ത കാരണത്താലാണ്. പല രീതിയിലും അവർ രാഷ്ട്രീയപരമായിട്ട് ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഖിലാഫ് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. പക്ഷേ അത് സാധ്യമായില്ല. കാരണം അള്ളാഹുവാണ് ഖലീഫയെ തീരുമാനിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ ആവശ്യകത മുന്നേക്കാൾ വളരെയധികം അത് അനുഭവപ്പെടുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട കോസർ സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഖിലാഫത്ത് അഹമ്മദിയിൽ നിന്ന് മുഖം തിരിച്ച കാരണത്താൽ പൊതു മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പിളർപ്പും ഭിന്നതയും, അത് അവരുടെ ആ അവസ്ഥ, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താലും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ഖിലാഫത്തെ റാഷിദ അത് മുറിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണ്? ചോദ്യം ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യം ഇതാണ്: ഒന്നാമത്തെ കാലഘട്ടത്തിൽ ഖിലാഫത്തെ റാഷിദ അത് എന്തുകൊണ്ട് അത് നിലനിന്നില്ല? അത് സംബന്ധമായിട്ടാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾ അവർ വിശുദ്ധ ഖുർആൻ്റെ ചില അടിസ്ഥാന അധ്യാപനങ്ങളിൽ മുകളിൽ പ്രവർത്തിച്ചില്ല. അതിൻ്റെ നഷ്ടം അവർ അനുഭവിക്കുകയുണ്ടായി. ഇന്ന് വരെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 18 ദുൽഹജ്ജ 33 ഹിജരിയിൽ ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെയധികം ക്രൂരമായി കൊണ്ട് ഷഹീദാക്കുകയുണ്ടായി.
3 ദിവസം വിപ്ലവകാരികൾ അവിടെ അതിനെ കീഴടക്കുകയുണ്ടായി, അതിനെ പിടിച്ചടക്കുകയുണ്ടായി, നിലനിർത്തുകയുണ്ടായി. പല അൻസാർ സഹാബാക്കളും മുഹാജിരീങ്ങളും ഹസരത്ത് അലി റളിയല്ലാഹുവിൻ്റെ സവിധത്തിൽ ഹാജരാകുകയുണ്ടായി. എന്നിട്ട് ഖിലാഫത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയുണ്ടായി. അവിടുന്ന് പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. 3 ദിവസം അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, ഇസ്തിഖാർ ചെയ്തുകൊണ്ടേയിരുന്നു. 3 ദിവസത്തിന് ശേഷം അവിടുന്ന് ആ ഒരു അപേക്ഷ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ ബയത്ത് വാങ്ങാൻ തുടങ്ങുകയുണ്ടായി. ഇത് ഏറ്റവും വലിയ കാര്യം ഇതാണ്, വഅതസിമു ബി ഹബ്ലില്ലാഹി ജമിയാൻ, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്ന്. ഇതിനു മുന്നേ ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ കാലഘട്ടത്തിൽ ഈ ഖിലാഫത്തുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, അതിനെ പിടിക്കുക എന്നുള്ളത് അത് നടക്കുകയുണ്ടായി. 4ാമത്തെ ഖിലാഫത്ത് വന്നപ്പോൾ ഇതിൽ അലി റളിയല്ലാഹു തആല ഖിലാഫത്ത് മുനാഫിക്കീങ്ങൾ അതുപോലെ തന്നെ ബലഹീന ഈമാൻ ഉള്ളവർ ഇതിൽ ബലഹീന കാണിക്കുകയുണ്ടായി. ആ കാരണത്താൽ അവരോടൊപ്പം മറ്റു ചില ആൾക്കാരും അവരുടെ ഒരുമിച്ച് കൂടുകയുണ്ടായി. അങ്ങനെ ഒരു ഭിന്നിപ്പ്, ഒരു പിളർപ്പ് ഇസ്ലാമിൽ ഉണ്ടാകുകയുണ്ടായി. അത് വളർന്നുകൊണ്ടേയിരുന്നു. ഏതുവരെ എന്നാൽ എത്രത്തോളം അത് വർദ്ധിച്ചെന്നാൽ ജമൽ യുദ്ധം നടക്കുകയുണ്ടായി, സഫീൻ യുദ്ധം നടക്കുകയുണ്ടായി, അധികം അനവധി മുസ്ലിങ്ങൾ ഷഹീദാക്കപ്പെടുകയുണ്ടായ യുദ്ധങ്ങൾ കാലത്താൽ. പക്ഷേ അടിസ്ഥാന കാര്യം അതുതന്നെയായിരുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളത്. അവർ ആ ഒരു പാശത്തെ അവർ മുറുകെ പിടിച്ചില്ല. ആരാണോ മുറുകെ പിടിച്ചത് അവർ രക്ഷപ്പെടുകയുണ്ടായി. എന്തായാലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥം സിറുൽ ഖിലാഫ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് പറയുകയുണ്ടായി, ഹസ്രത്ത് അലി റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്ത് അത് ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു എന്ന്. പല ആൾക്കാരും പറയുന്നു അലി റളിയല്ലാഹു തആല അള്ളാഹുവിൽ നിന്നുള്ള ഖലീഫയല്ല എന്ന്. ഇസ്ലാം പറയുന്നു അള്ളാഹു തന്നെയാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയാക്കിയത്. അവിടുത്തെ ഖിലാഫത്ത് സത്യമല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ എന്ന് എഴുതുകയുണ്ടായി, മൻ ബസാബ തക, ആരാണോ അദ്ദേഹത്തിന് എതിരെ നിന്നത് അവർ വിപ്ലവമാണ് കാണിച്ചത് എന്ന് മസീഹ് ഇസ്ലാം എഴുതുകയുണ്ടായി. അതായത് അലി റളിയല്ലാഹു തആലാന് എതിരെ നിന്നവർ. അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് ഇതാണ് അവർക്ക് പറ്റിയത്. ഹസ്രത്ത് വലിയുള്ള ഷാബ് ഇത് സംബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹബലുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പാശം, കയറ്. അത് സംബന്ധമായിട്ട് ഏജാസുൽ മസീഹ് മസീഹ് ഇസ്ലാം വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ ഓരോരോ വാക്കുകളിലും പല അർത്ഥങ്ങളുണ്ട്. തഫ്സീർ കബീറിൽ നാം വായിക്കുകയുണ്ടായി, മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ 4-5 അർത്ഥങ്ങൾ പറയുന്നു ഹുസൂർ. അപ്പോൾ അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ വാക്കിനും പല അർത്ഥങ്ങളുണ്ട്. ഹബലുള്ള എന്നുള്ളത് അർത്ഥം റസൂലായിരിക്കാം, ഖലീഫ ആയിരിക്കാം. അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് ഖിലാഫത്ത്, ഖലീഫ വക്ത് എന്നുള്ളതാണ്. ഖലീഫ വക്തിനെ പിടിക്കുക, അദ്ദേഹത്തെ ഒട്ടിച്ചേർന്ന് നിൽക്കുക, ഇത് അതിൻ്റെ ഒരു അർത്ഥമാണ്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് അനിവാര്യമായ കാര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചില വിപ്ലവകാരികളായിട്ടുള്ള മുസ്ലിങ്ങൾ അതുപോലെ തന്നെ മുനാഫിക്കീങ്ങൾ അതിൽ അവർ പ്രവർത്തിച്ചില്ല, അതിനനുസരിച്ചില്ല. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഏറ്റവും വലിയ നഷ്ടം എന്തിനാണ് സംഭവിച്ചത്? രാഷ്ട്രീയത്തിനല്ല, അത് ഏറ്റവും വലിയ നഷ്ടമുള്ളത് ഇസ്ലാമിനാണ്, ദീനിനാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ അതിൽ ഒരു സംശയവുമില്ല, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാർഗനിർദ്ദേശമാണ് എന്ന്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ ഒരു വിശുദ്ധ ഖുർആൻ അടിസ്ഥാന നിയമമാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫി റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന. ഇതിലെങ്ങനെ പ്രവർത്തിക്കണം വിശുദ്ധ ഖുർആനിൽ, അതിനുള്ള മാതൃക നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. 3 കാര്യങ്ങളാണ് മുസ്ലിങ്ങളുടെ ഹിദായത്തിന് വേണ്ടിയിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒന്നാമത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, രണ്ടാമത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക, മൂന്നാമത്തേത് ഹദീസ്.
അതിനെ ഹദരത്ത് മസീഹ് ഇസ്ലാം സുന്നത്തെ മുത്തവാത്തിറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനു ശേഷം. അപ്പം ഇതിന് എത്രത്തോളം സംശയമുള്ളതായ ഒരു കാര്യമാക്കി മാറ്റുകയുണ്ടായി, ഇതിനെ ഉപേക്ഷിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് മഖ്ലൂക്കാണോ, അത് സൃഷ്ടിയാണോ, അല്ലെങ്കിൽ മറ്റതാണോ എന്നുള്ള കാര്യത്തിലെല്ലാം പല ചോദ്യങ്ങളും പല സംശയത്തിലും മുസ്ലിങ്ങളാവുകയുണ്ടായി. ഒരു വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് ഒരു കക്ഷികൾ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ്റെ പല ഭാഗങ്ങളും മറഞ്ഞ് പോയ ഇമാമെ ഗായിബിൻ്റെ കയ്യിലാണ് എന്ന് പറയുകയുണ്ടായി ചില കൂട്ടർ, അതായത് ഷിയാക്കൾ. അതുപോലെ തന്നെ പല ആൾക്ക് പറയുകയുണ്ടായി ഇതിൽ മുത്തശാബിയാത്ത് ഉണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തന്നെ പല വിധത്തിലുള്ള വിശ്വാസങ്ങളും പല വിധത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളും മുസ്ലിങ്ങൾ ഉണ്ടാകുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം വിശുദ്ധ ഖുർആനു ശേഷം പറഞ്ഞിട്ടുള്ളത് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക അതിൻ്റെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക സഹാബാക്കളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നമസ്കരിക്കുകയുണ്ടായി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ജീവിക്കുകയുണ്ടായി. പക്ഷേ ഈ ഹദീസുകളെ അതിനെ ക്രോഡീകരിച്ചപ്പോൾ പല ആൾക്കാർ, പല ഇമാമിങ്ങൾ പല കാര്യങ്ങളായിട്ട് പല അഭിപ്രായങ്ങളും പല ഹദീസുകളും വരികയുണ്ടായി. അതായത് തമ്മിൽ വ്യത്യാസവും അതുപോലെ തന്നെ വ്യതിരിക്തമായിട്ടുള്ള ഹദീസുകൾ അത് വരികയുണ്ടായി. ഉദാഹരണത്തിന് 4 മസ്ഹബുകൾ, 4 ഫിഖഹിലുള്ള 4 മസ്ഹബുകൾ, അത് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരേ കാര്യത്തെ സംബന്ധിച്ച് തന്നെ പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം 6 ഹദീസ് ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് ഷിയാക്കൾ പറയുകയുണ്ടായി, ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ വിശ്വസിക്കില്ല എന്ന്. അഹ്ലെ ബൈത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ എന്ന് ഷിയാക്കൾ പറയുകയുണ്ടായി. ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്, കാര്യം ഇതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്തിനെ സംബന്ധിച്ച് വളരെയധികം അതിനെ പ്രാധാന്യം പറയുകയുണ്ടായി. മാത്തം ബി ഗൈരി ഉനുഖിഹി ബി ബൈത്തിൻ മാത്തമയത്തൻ ജാഹിലിയ, ആരുടെ അതായത് ഖിലാഫത്തിനെ ബയ്യത്ത് ചെയ്യാതെ മരിച്ചവൻ ജാഹിലിയത്തിൻ്റെ മരണമാണെന്ന് നിങ്ങൾ അതിനെ വളരെ ശക്തമായിക്കൊണ്ട് ആ ഖിലാഫത്തിനെ അതിനെ മുറുകെ പിടിക്കുക എന്ന് പറയുകയുണ്ടായി. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും സംഭവിക്കുകയുണ്ടായി. പക്ഷേ ദീനിലുണ്ടായിട്ടുള്ള നഷ്ടം ആ ഒരു നഷ്ടം ഇപ്പോഴും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയുകയുണ്ടായി, ലം യബ്ഖാ ഇസ്ലാം ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം വെറും നാമം മാത്രമായി മാറുന്നതാണ് എന്ന്. അതുപോലെ തന്നെ ലം യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മു, വിശുദ്ധ ഖുർആൻ വെറും അതിൻ്റെ വാക്കുകളായിട്ട് ഒതുങ്ങുന്നതാണ് എന്ന്. അത് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹു വീണ്ടും അനുഗ്രഹം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നേരാക്കിയത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 2ാം വരവ് ഹസ്രത്ത് മിർസാ ഗുൽ അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പൂർത്തിയാക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഉമ്മത്തെ നബി മസീഹ് മുഹമ്മദ് മഹ്ദി മുഹമ്മദ് ആക്കിക്കൊണ്ടാക്കുകയുണ്ടായി. അവിടെ നിന്ന് ഈ എല്ലാ വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതിനെ ദൂരീകരിക്കുകയുണ്ടായി. ഈ 3 കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ദൂരീകരിക്കുകയുണ്ടായി. ഖുലാഫ റാഷിദീങ്ങളെ കാലഘട്ടം മുതൽ തുടങ്ങുകയുണ്ടായി. അതിനുശേഷം വിശദീകരിച്ചുകൊണ്ട് വിവരിക്കുകയുണ്ടായി. ഈ എല്ലാ പ്രശ്നങ്ങളാണ് അതിലുണ്ടായത് എന്ന് പറഞ്ഞ് വിവരിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംബന്ധിച്ച് പറയുകയുണ്ടായി, അദ്ദേഹം ഹക്കമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഹക്കം എന്ന വിധികർത്താവ് എന്ന് ആ വ്യക്തിയാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വിധിക്ക് ശേഷം മറ്റൊരു വിധിയില്ല. ഉമ്മത്തെ മുഹമ്മദിക്ക് വേണ്ടി നൽകിയിട്ടുള്ള വിധി അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആ വിധികളുള്ളത്. വീണ്ടും ഇസ്ലാമിനെ നിലനാട്ടുകയുണ്ടായി. നിങ്ങൾ ചരിത്രം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടില്ലായെങ്കിൽ ഒരിക്കലും ഇസ്ലാം
ദ്വാ ഇവർ സ്വീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഹദീസുകളെ ഇവർ സ്വീകരിക്കുന്നില്ല. ഖബറുകളെ ഇവരാരാധിക്കുന്നു. എന്തായി മാറുന്നു എന്ന് നമുക്കറിയുമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇത്. അവൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. ഞാൻ ആകാശത്ത് നിന്ന് വന്ന വെള്ളമാണെന്ന് പറയുകയുണ്ടായി. വീണ്ടും പകൽ ആയിട്ടുള്ള അള്ളാഹു പകലാക്കിയിട്ടുള്ള ആ ഒരു വെളിച്ചം നാം തന്നെയാണ് എന്ന് അവിടെ നിന്ന് തൻ്റെ ഒരു കവിതയിൽ പറയുന്നു. അപ്പോൾ ഈ എല്ലാ വിശദീകരണവും വിശദീകരിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക, ഖിലാഫത്തുമായിട്ട് ഒട്ടിച്ചേരുക, അതിനെ എപ്പോഴും അതിനെ മുറുകെ പിടിക്കുക. ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലെങ്കിൽ കാലഘട്ടം അത് നമ്മളെ നാശത്തിലേക്ക് എറിയുന്നതാണ്. ഞാനൊരു പ്രാവശ്യം കശ്മീരിലായിരുന്നു. അവിടെ വലിയ വെള്ളപ്പൊക്കം വരികയുണ്ടായി. നമ്മുടെ ജമാഅത്ത് അസ്നൂർ അവിടെ അതിലൂടെ ഒരു നദി പോകുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള വെള്ളം വരികയായിരുന്നു. പല ആൾക്കാരും അവിടെ പെടുകയുണ്ടായി. മിലിറ്ററിക്കാർ ഒരു കയറ് കെട്ടുകയുണ്ടായി. എല്ലാവരെയും പറയുകയുണ്ടായി ഓരോരോ ആൾക്കാരായിട്ട് ആ കയറ് പിടിച്ചുകൊണ്ട് വരിക എന്ന്. ആരാണോ കയറ് വിടുന്നത് അവൻ്റെ ശരീരം പോലും കിട്ടുകയില്ല എന്ന് പറയുകയുണ്ടായി മിലിറ്ററിക്കാർ. നിങ്ങൾ പേടിക്കരുത്, നിങ്ങളതിനെ വളരെ ശക്തമായി പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വരിക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഇഹ്തിസാം. നിങ്ങൾ എന്തിനേയും പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിൽ മെല്ലെ അയവ് സംഭവിച്ചാൽ നിങ്ങളുടെ ശരീരം പോലും മൃതശരീരം പോലും കിട്ടുകയില്ല. ഈ ഒരു തിന്മയുടെ കാലഘട്ടം, ഇതിൽ ഖിലാഫത്തുമായിട്ട് പൂർണ്ണമായിട്ട് ഒട്ടിച്ചേരുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് നമ്മൾ എറിയും, നമ്മൾ എവിടെ ഏത് നാശത്തിലേക്ക് നമ്മൾ എറിയുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദുല്ലാഹു തആല അബ്ദുൽ അസീസ് ഇന്നലത്തെ ഖുത്ബ നിങ്ങൾ നോക്കുക. അവിടുന്ന് ഒരു വിഷയമെടുക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക, ഹുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം എളിമയിലൂടെ ആയിരിക്കും അവിടുന്ന് ജീവിച്ചിരുന്നത്. എളിമ തന്നെയാണ് മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുക. എന്തായാലും അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ആദ്യം വന്ന അവരിൽ നിന്ന് നമുക്ക് ഉപദേശമെടുക്കണം, അവരിൽ നിന്ന് പാഠമെടുക്കണം. നമ്മളിൽ നിന്ന് ആരും ആ ആദ്യ കാലഘട്ടത്തിൽ ചെയ്ത തെറ്റുകൾ അത് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ഖിലാഫത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരായി പോയ ആൾക്കാരെ പോലെ നമ്മളാവാൻ പാടില്ല. എൻ്റെ അടുത്ത ചോദ്യം മൗലാന ഷെയ്ഖ് മുഹമ്മദ് മുജാഹിദ് സാഹിബിനോടാണ്. ഖിലാഫത്ത് അഹമ്മദിയ മുഖേന ലോകാടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള പുരോഗതികൾ അതിൻ്റെ വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകർ അത് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനി, മസീം മൗദ് വ മഹദി മൗദ്, ഇന്ത്യയിലെ പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ ഖാദിയാനിൽ അള്ളാഹുവിന് ഇൽഹാം സിദ്ധിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അദ്ദേഹമാണ് വാഗ്ദത്ത മസീഹും വാഗ്ദത്ത മസീഹ് മഹദി മസീഹ് എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന. അവിടുന്ന് തന്നെയാണ് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാം. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഖാത്തമുൻ നബീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുവാർ നൽകിയത്, പ്രവചനം നടത്തിയത്. അദ്ദേഹം മുഖേനയാണ് ഇസ്ലാം മറ്റ് മതങ്ങളുടെ മേൽ വിജയം പ്രാപിക്കുക. ഇസ്ലാമിക വിജയത്തിൻ്റെ ഈ പ്രയത്നം അത് ക്യാമ്പ് നാളെ വരെ നിലനിൽക്കുന്നതായിരിക്കും. 1989 മാർച്ച് 23 40 ആൾക്കാരെ ബയ്യത്ത് വാങ്ങിക്കൊണ്ട് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിത പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. റസൂലുള്ളാഹിൻ്റെ അഹമ്മദ് എന്ന നാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഹമ്മദ് എന്ന പേരൊക്കെ ആണെങ്കിൽ 1908 മസീഹ് വഫാത്തായി. അതിൻ്റെ അടുത്ത ദിവസം മെയ് 27 ജമാഅത്ത് അഹമ്മദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച് ഖിലാഫത്തിൻ്റെ വ്യവസ്ഥിതി നിലവിൽ വന്നു. അത് ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്താണ്. ഈ വ്യവസ്ഥിതിയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെ മുഴു ലോകത്തും പ്രചരിപ്പിക്കുക, അതിനെ വ്യാപിപ്പിക്കുക,
വിശുദ്ധ ഖുർആനോടൊപ്പം തന്നെ ഇസ്ലാമിനെ ലോകത്ത് വ്യാപിപ്പിക്കുക, അതിൻ്റെ മനോഹാരിതകളെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതുപോലെ തന്നെ മുഴുവൻ ലോകത്തെയും ഒരു സമൂഹമാക്കി തീർക്കുക. മനുഷ്യന് ജാതിയും ജാതി മതവർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അള്ളാഹു ഏക ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുക. ഈ ആമുഖത്തോടു കൂടിയിട്ട് ഞാൻ ശരിയായ വിഷയത്തിലേക്ക് വരാം. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഖിലാഫത്തിൻ മുഖേന കൈവരിച്ച നേട്ടങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറ നൂറിൽ അള്ളാഹു ഖിലാഫത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലെ ഒരു അടയാളം എന്ന് പറയുന്നു, അതിലൊരു അടയാളം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വല യുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. അതായത് അള്ളാഹു ഖിലാഫത്ത് മുഖേന ദീനിനെ, മുനിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ദീനിനെ അവൻ പ്രബലപ്പെടുത്തും, അതിനെ വിശാലമാക്കി തീർക്കുമെന്നുള്ളതാണ്. ഈ അടയാളം പ്രത്യേകമായ രീതിയിൽ ഖിലാഫത്ത് മുഖേനയാണ് അത് പ്രകടമാകുന്നത്. അഹ്മദിയ ജമാഅത്തിൽ ഇപ്പോൾ എന്തൊക്കെ വ്യവസ്ഥകളുണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ അതിലെല്ലാം തന്നെ അത് പ്രബലത കൈവന്നത് ഖിലാഫത്ത് മുഖേനയാണ്. ഈ സമയത്ത് ഖിലാഫത്തിൽ 5ാമത്തെ പ്രതീകം മിർസ മൻസൂർ അഹ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു ബിൻ അബ്ദുൽ അസീസിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തിൽ ഖിലാഫത്ത് വന്നിട്ട് ഏതാണ്ട് 128 വർഷമായി. ആദ്യത്തെ ഖിലാഫത്ത് അത് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബിൻ്റെ ഖിലാഫത്ത്. ആ കാലഘട്ടത്തിൽ ജമാഅത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും ഖിലാഫത്തിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇത് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ലായിരുന്നു. പിന്നീട് ആ കാലഘട്ടം കഴിഞ്ഞു പോയി. 2ാമത്തെ ഖിലാഫത്ത് വന്നു. അത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് റളിയല്ലാഹുവിൻ്റെ ജമാഅത്തിൻ്റെ വലിയ വലിയ നേതാക്കളായ ആളുകൾ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ ഖിലാഫത്തിൽ നിന്ന് വിട്ടുപോകാം. അങ്ങനെ ഖിലാഫത്തിൽ നിന്ന് അകന്നുകൊണ്ട് അവർ മറ്റൊരു പ്രസ്ഥാനം സ്ഥാപിച്ചു. എന്നാൽ ജമാഅത്തിൻ്റെ ബഹുഭൂരിപക്ഷ ആളുകളും ഖിലാഫത്തുമായി ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം ലോകം കണ്ടു ഖിലാഫത്ത് മുഖേന ഈ ജമാഅത്ത് മുഴുവൻ ലോകത്തും പ്രചരിക്കാനിടയായി. ഏഷ്യയിൽ നിന്ന് മുഴുവൻ ലോകത്തിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അത് പ്രചരിപ്പിച്ചു. പള്ളി നിർമ്മിച്ചു, മൊബൈലുകൾ അയച്ചു, വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണം, ആ എല്ലാ പ്രവർത്തനങ്ങളും അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആ പ്രവർത്തനങ്ങളൊക്കെ അത് വർദ്ധിക്കാൻ തുടങ്ങി. 3ാമത്തെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മിർസ നാസിർ അഹ്മദ് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ ആ സമയത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ജമാഅത്തിൻ്റെ മേലെ. അവരെ വിളംബരപ്പെടുത്തുകയുണ്ടായി, ജമാഅത്തിനെ നമ്മൾ പാപ്പരാക്കുമെന്നവർ പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെ വിളംബരപ്പെടുത്തവരുടെ കൈകൾ തന്നെ അള്ളാഹു വെട്ടുകയുണ്ടായി. പിന്നീട് അത് മിർസ താഹിർ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ 4ാം ഖിലാഫത്തിൻ്റെ കാലഘട്ടം ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ നാം അള്ളാഹുവിൻ്റെ ഒരു വേറിട്ട മറ്റൊരു സഹായം നമ്മൾ ദർശിക്കുകയുണ്ടായി. ജമാഅത്ത് അഹ്മദിയ ഒരു വൃത്തത്തിൽ നിന്ന് മുഴുവൻ ലോകത്തിലേക്കും അത് പ്രചരിക്കാൻ തുടങ്ങിയാണ്. അള്ളാഹു ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ മറ്റൊരു ഭാഗം മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ രൂപത്തിൽ ജമാഅത്ത് നൽകുകയുണ്ടായി. ജമാഅത്ത് അങ്ങനെ പുരോഗതിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടേ പോയി. പിന്നീട് നമ്മൾ ഖിലാഫത്ത് ഖാമിസയിൽ 5ാം ഖിലാഫത്തിൽ നമ്മൾ പ്രവേശിച്ചു. അത് മിർസ മൻസൂർ അഹ്മദ് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ ദീനിൻ്റെ പ്രബലതയിലെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ജീവൻ്റെ പ്രചാരണത്തിൽ അത് പൂർത്തിയാക്കിക്കൊണ്ടേ പോന്നു. അതിനാൽ ഖിലാഫത്തിൽ മുഖേന ജമാഅത്ത് അഹ്മദിയ തുടരെയായിട്ട് അതിൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 100 വർഷം ജമാഅത്ത് വന്നൊരു 100 വർഷത്തോളമായി. 125-130 വർഷമായിട്ടുണ്ടാവും. എന്നാൽ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ അതായത് ഒരു 100 വർഷത്തിനുള്ളിൽ ജമാഅത്ത് അഹ്മദിയ അത് ഖാദിയാനിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം അത് ഇന്ന് ലോകത്തിൻ്റെ 200-ലധികം രാഷ്ട്രങ്ങളിൽ അത് വ്യാപിച്ചിരിക്കുകയാണ്. ഈ പുരോഗതികൾ, അത് ജമാഅത്തിൻ്റെ ഈ പുരോഗതികൾ ഇത് വാസ്തവത്തിൽ ഖിലാഫത്ത് മുഖേനയാണ് സംഭവിച്ചിട്ടുള്ളത്. കാലത്തിൻ്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമും അഹമ്മദിയത്ത് അത് വളരെ ദ്രുതഗതിയിൽ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പിന്നെയുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രചരണമാണ്. ഇത് അത്രമാത്രം മഹത്തായ പ്രവർത്തനം, അത്രമാത്രം അനുഗ്രഹമാണെന്ന് വെച്ചാൽ ആ ജമാഅത്തിൻ്റെ ഭാഗത്തിലാണത് വരുന്നത്. ഇന്ന് ലോകത്ത് 50-ലധികം ഭാഷകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ തർജ്ജമ
അൽഹംദുലില്ലാ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് വലിയ വലിയ ഭരണകൂടങ്ങളുണ്ട്, മുസ്ലിം ഭരണകൂടങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവരുടെ എണ്ണ സമ്പത്ത് ഇവരുണ്ട്, മറ്റ് സോഴ്സുകളുമുണ്ട്. എന്നാലും അള്ളാഹു ഇത്ര നല്ല രീതിയിൽ വിശുദ്ധ ഖുർആൻ ഇത്ര മനോഹരമായ രീതിയിൽ അത് ഏതെങ്കിലും ജമാഅത്ത് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണ്. നിങ്ങൾ ഊഹിച്ചു കൊള്ളുക, നോക്കിക്കൊള്ളുക. വിശുദ്ധ ഖുർആനെ സ്വന്തം മാതൃഭാഷയിൽ തർജ്ജമ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ കലാമുമായിട്ട് അവർ ഡയറക്റ്റായി ബന്ധപ്പെടുകയുണ്ടായി. ഇസ്ലാമിനെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെതിരെയും ഉള്ള ആക്ഷേപങ്ങൾ അതും ഇല്ലാതായി തീരുകയുണ്ടായിരുന്നു. അവർ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ വായിച്ചപ്പോൾ, ഗ്രഹിച്ചപ്പോൾ അവർക്ക് സ്വയം തന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇസ്ലാമിൽ ആകർഷണമാവുകയുണ്ടായി. ജമാഅത്ത് അഹമ്മദിയുടെ പുരോഗതിയിൽ ഒരു വലിയ മാർഗം എന്ന് പറയുന്നത് മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയയാണ്, അതും ഉൾപ്പെടുന്നുണ്ട്. ഖിലാഫത്ത് മുഖേന ഇത് വിശാലമായ രീതിയിൽ രാജ്യങ്ങളിലും അത് നടന്നു വരികയാണ്. മിക്ക പ്രോഗ്രാമുകളും അതിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ അവർ ഓണററി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു സേവനം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശബ്ദത്തെ, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഖിലാഫത്തിൻ്റെ തണലിലൂടെ ജമാഅത്ത് അഹമ്മദിയ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പള്ളി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. പള്ളി നിർമ്മാണം അത് ഇന്ന് ലോകത്തെ വലിയ വലിയ രാജ്യങ്ങൾ ചിന്തിച്ച് നോക്കുക, അത് യൂറോപ്പ് ആവട്ടെ, ആഫ്രിക്ക ആവട്ടെ, ലോകത്തിലെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പള്ളികൾ ലഭിക്കുന്നതായിരിക്കും. അത് മുഖേന ദീനിൻ്റെ പ്രബലത നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, ഖിലാഫത്ത് മുഖേന അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാനവകുലത്തിനുള്ള സേവനത്തിനായിട്ടുള്ള സൃഷ്ടി സേവനങ്ങളിലും അത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആഫ്രിക്കയിലെ ദരിദ്രരായ രാജ്യങ്ങളായിട്ട് വാട്ടർ ഫോർ ലൈഫ് എന്ന പ്രോഗ്രാമാണെങ്കിലും, അതുപോലെ തന്നെ ജമാഅത്ത് അഹമ്മദിയ മുഖേന ഹ്യൂമാനിറ്റി ഫസ്റ്റ്, അതിൽ യാതൊരു വർണ്ണ വിവേചനവും ഇല്ലാതെ അത് മാനവകുലത്തെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്, ഇതിൻ്റെ ചുരുക്കവുമാണ്. ഈ ഖിലാഫത്തെ അഹമ്മദിയ എന്ന് പറയപ്പെടുന്നത് ഖിലാഫത്ത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം മുഖേനയാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്താണ്. അതായത് ഏതുപോലെ ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഖിലാഫത്തെ റാഷിദ അലാ മിൻഹാജുൻ നുബുവത്തായിരുന്നുവോ, അതിനുശേഷം വലിയൊരു ദീർഘകാലം അതിൽ അക്രമ രാജകുമാരുടെയും അതുപോലെ തന്നെ സ്വേച്ഛാധിപതികളുടെയും ഭരണമുണ്ടായി. അതിനുശേഷം തിരുമേനി പറയുകയുണ്ടായി ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് സ്ഥാപിതമാകുമെന്നുള്ളത്. അതായത് ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ആ മാർഗം പറഞ്ഞിരിക്കുന്നു. അതായത് ഈ സ്വേച്ഛാധിപതികളുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് വിശ്വാസികൾ മാത്രമായിരിക്കും. കാരണം ഇഖ്തിലാഫിൻ്റെ ആയത്തിൽ സൂറ 156 വചനത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർ, അതായത് വിശ്വാസികളുമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവർ ഖിലാഫത്തിന് അവകാശികളായിരിക്കുമെന്നത്. അതായത് പരിഹാരം ഇവിടെയുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ആ സംവിധാനം തുടർന്നിരിക്കുന്നു. അതായത് മുസ്ലിങ്ങൾ ഇതിനെ അവരെ വിലമതിക്കുന്നില്ല എന്നുള്ളത്, അവരിതിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അവർ അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യേണ്ടതാണ്. അതായത് ഈ ഖിലാഫത്ത് അള്ളാഹുവെ ഒരു വാദിയോട് വന്നിരിക്കുന്നു, ആ വാദം ഉന്നയിക്കും ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ് എന്നത്. ഈ ഖിലാഫത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുകൊണ്ട് നമുക്ക് സന്മാർഗം കാണിച്ചു തന്നാലും അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്. ഇത് ജമാഅത്ത് അഹമ്മദിയ ഖിലാഫത്തിന് കീഴിൽ ഈ അനുഗ്രഹീത വ്യവസ്ഥയ്ക്ക് കീഴിൽ അത് പ്രാപിച്ചു കഴിഞ്ഞത് ഇതാണ് പറയാനുള്ളത്. ജസാക്കുമുല്ലാ വാസൻ ജസാ. പിന്നെ ഇതിൻ്റെ അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബിനോടാണ്. മുസ്ലിങ്ങളുടെ ഐക്യം അത് ഖിലാഫത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് സംബന്ധമായിട്ട് എന്താണ് പറയാനുള്ളത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ജുസുവിൽ അള്ളാഹു പറയുന്നു വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ആ സമയം ഓർക്കുക, നാം മലക്കളോട് പറയുകയുണ്ടായി, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോവുകയാണ്, നിർദ്ദേശിക്കാൻ പോവുകയാണ്. അള്ളാഹു തുടർന്ന് പറയുന്നു
വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. നാം പറയുകയുണ്ടായി മലക്കുകളോട്, നിങ്ങൾ ആദമിന് വേണ്ടിയിട്ട് അവനെ അനുസരിക്കുക. എല്ലാവരും അനുസരിക്കുകയുണ്ടായി, എല്ലാ മലക്കുകളും അനുസരിക്കുകയുണ്ടായി. ഇല്ല ഇബ്ലീസ, പക്ഷേ ഇബ്ലീസ് ചെയ്തില്ല. അവൻ കാഫിർമാരുടെ നിന്നായിരുന്നു. അബാ വസ്തക്ബറ, അവൻ നിരാകരിക്കുകയുണ്ടായി, അഹങ്കരിക്കുകയുണ്ടായി. ഇതൊരു സംഭവമാണ്, പുരാണ സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. അത് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെട്ട് കിടക്കുന്നു. മുസ്ലിങ്ങൾക്കും ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തെ എന്തിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പഴയൊരു കഥ പറയുകയാണോ അതിൻ്റെ ഉദ്ദേശം? ഒരു സംഭവം, ഒരു ചരിത്രത്തെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് തീർച്ചയായിട്ടുമാണ്. പക്ഷേ ഇതിലൊരു ഉപദേശവുമുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ തുടക്കത്ത് തന്നെ നാം പറയുകയുണ്ടായി, അള്ളാഹു ഒരു വ്യവസ്ഥിതി അത് നിലനാട്ടാൻ പോവുകയാണ്. ഒരു ഖിലാഫത്ത്, ഒരു നബുവത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഉമ്മത്തി നബിയുടെ ഒരു വ്യവസ്ഥിതിക്ക് ശേഷം പിന്നെ ഖിലാഫത്ത് വരാൻ പോവുകയാണ്. നാം നിങ്ങളോട് എല്ലാവരും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ അനുസരിക്കുക, അദ്ദേഹത്തിൻ്റെ വിധേയത്വം സ്വീകരിക്കുക. ഫരിഷ്ത സ്വഭാവമുള്ള മനുഷ്യന്മാർ അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്, അദ്ദേഹത്തെ അനുസരിക്കുന്നതാണ്. പക്ഷെ ആരാണോ അതിന് വിപരീതമായിട്ടുള്ളത്, ഇബ്ലിസിയത്ത് അവരുടെ ഉള്ളിലുള്ളത്, അവർ അനുസരിക്കുകയില്ല. ഇന്ന് നാം ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുസ്ലിങ്ങളുടെ വലിയ വലിയ ലീഡർമാർ, ഭരണാധികാരികൾ, ഇവരുടെ പണ്ഡിതന്മാർ, ഇവരെല്ലാവരും അബാ വസ്തക്ബറ എന്നുള്ള കൂട്ടരാണ്. അവർ ഇബ്ലീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. നിരാകരിക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കുക, നമുക്ക് എന്ത് നഷ്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർക്ക് ചിന്തിക്കണം, ഇന്ന് അവർക്കുള്ള ഈ ഭിന്നപ്പിൻ്റെയും പിളർപ്പിൻ്റെയും അവസ്ഥ, ഐക്യമില്ലാത്ത ഈ ഒരു അവസ്ഥ, ഓരോരോ ആൾക്കാരും ഓരോരോ കക്ഷികളും അവർക്ക് നഷ്ടവും അതുപോലെ തന്നെ ലോകത്ത് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭൗതികപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടാണ്. വലിയ വലിയ ഭരണങ്ങൾ അത് നഷ്ടപ്പെടുകയുണ്ടായി. ലിബിയ, നിങ്ങൾ ലിബിയയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഫലസ്തീനിൽ 40,000-50,000 മുസ്ലിങ്ങൾ ഷഹീദാക്കപ്പെടുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. സിറിയയിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലകൾ. അപ്പോൾ എന്നിട്ട് മനസ്സിലാക്കുക, ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇവർ. അള്ളാഹു ഒരു വ്യവസ്ഥ നിലനാട്ടുമ്പോൾ, ഒരാളെ അയക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതാണ്. ചരിത്ര സംഭവം വരുന്നു, ഹലാക്കു ഖാൻ ബഗ്ദാദിൽ ആക്രമിക്കുകയുണ്ടായി. പല റിവായത്തുകളുണ്ട്. 18,000 മുസ്ലിങ്ങളെ വധിച്ചു എന്ന് പറയുന്നു. പല ആൾക്കാർ അതിന് കൂടുതലെന്ന് പറയുന്നു, കുറഞ്ഞെന്നും പറയുന്നു. ഇത്ര അധികം മുസ്ലിങ്ങളെ വധിച്ചപ്പോൾ, ഇത്ര അധികം നാശം വന്നപ്പോൾ ചില ആൾക്കാർ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോവുകയുണ്ടായി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ദുആ ചെയ്യാൻ, ഈ മുസീബത്തിനെ അള്ളാഹു തീർക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ആ അള്ളാഹുവിൻ്റെ വലി പറയുകയുണ്ടായി, ഞാൻ എപ്പോഴും ദുആ ചെയ്തപ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയുണ്ടായി, യാ അയ്യുൽ കുഫാർ ഉഖ്തുൽ ഫുജാർ എന്ന് കേൾക്കുകയുണ്ടായി. അല്ലയോ കാഫിരീങ്ങളെ, ഈ തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ വധിച്ചു കളയുക എന്ന് കേൾക്കുകയുണ്ടായി. ഇന്നും അതേ സംഭവമാണ്. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഖിലാഫത്തിനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വസ്ജുദു എന്ന് പറഞ്ഞുകൊണ്ട് സജദ ചെയ്യുന്നില്ലെങ്കിൽ, അത് അനുസരിക്കുന്നില്ലെങ്കിൽ, ആ നാശം തന്നെ മുന്നേ വന്നിട്ടുള്ള ആ നാശം അത് വീണ്ടും വരുന്നതാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം അത് ഇല്ലാതാവുന്നതുവരെ, നിങ്ങൾ മനസ്സിലാക്കാത്തവരെ, ഈ അഹങ്കാരം ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തവരെ, അതുവരെ നിങ്ങൾ ഒരിക്കലും ഖിലാഫത്തിന് മുകളിൽ നിങ്ങൾക്ക് അനുസരണ കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക, അവൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുക, മനസ്സിലാക്കുക, സ്വന്തവും രക്ഷപ്പെടുക, സ്വന്തം സമൂഹത്തെയും രക്ഷപ്പെടുത്തുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നജാഷി ഒരു രാജാവായിരുന്നു, ഹബഷയിലെ രാജാവായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യത എത്ര ദൂരത്തു നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. സ്വന്തവും രക്ഷപ്പെടുകയുണ്ടായി, സ്വന്തം സമൂഹത്തെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. പക്ഷെ ആരാണോ അഹങ്കാരം കാണിച്ചത്? കേസർ, കിസ്ര, അതുപോലെ തന്നെ മറ്റുള്ള ഭരണാധികാരികൾ, അവർ നശിച്ചു പോവുകയുണ്ടായി. അള്ളാഹു വളരെ ശക്തിമത്തായിട്ടുള്ള അള്ളാഹുവാണ് നമ്മുടേത്. അപ്പോൾ വലിയ ഭരണാധികാരികളാണ്, വളരെ ശക്തിയുണ്ട് എന്നുള്ള ധാരണയിൽ ഒരിക്കലും ഇരിക്കരുത്. അബ്ബാസിങ്ങളുടെയും പല ഭരണാധികാരികളും മുസ്ലിങ്ങളിലുണ്ടായിരുന്നു, ഇസ്ലാമിലുണ്ടായിരുന്നു. പക്ഷെ അവരെവിടെ പോയെന്ന് നമുക്കറിയില്ല. അപ്പം ഐക്യം എന്നുള്ളത് അത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ലഭിക്കുകയുള്ളൂ. ആ വ്യവസ്ഥിതി അള്ളാഹു ഖിലാഫത്തിൻ്റെ മുഖാന്തരം ഇറക്കിയ വ്യവസ്ഥിതി അത് സ്വീകരിക്കാതെ ഒരിക്കലും ഐക്യം ഉണ്ടാകുകയില്ല. ഒരിക്കലും ഇവർ വസ്ജുദു എന്നുള്ള ആത്മാവിനെ അവർ സ്വീകരിക്കാത്തവരും, എളിമ അത് സ്വീകരിക്കാത്തവരെ, ഹുസൂത്ത് മീൻസ് ഇന്നലെ ഖുത്ബയിൽ പറഞ്ഞ പോലെ എളിമ, താഴ്മ അത് സ്വീകരിക്കാത്തവരും ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കില്ല. അത് നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ആ അവസ്ഥയാണ് ഉണ്ടാക്കുക. ഇബ്ലീസി ശക്തികളുടെ എന്താണോ ഫലമുണ്ടാക്കുക, ആ ഫലം തന്നെയാണ്, ആ ഒരു പര്യവസാനം തന്നെയായിരിക്കും നിങ്ങൾക്കും നൽകുക. നമ്മുടെ മുകളിൽ ദൗത്യം എന്നുള്ളത് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരിഹസിക്കാം, നിങ്ങൾക്ക് കളിയാക്കാം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾ ചെയ്യുക. പക്ഷെ നാളെ ഇതിനുള്ള ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ പര്യവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം 17 റമദാൻ അതിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു വ്യവസ്ഥിതി, ആ ഖിലാഫത്ത് വ്യവസ്ഥിതി, അത് പിന്നെ ഒരിക്കലും അത് സ്ഥാപിതമാക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഹുസൈഫ ഉസ്മാൻ റളിയല്ലാഹു തആലാവിൻ്റെ ഷഹാദത്ത് നടന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന് എത്ര വലിയ നഷ്ടമാണ് സംഭവിച്ചെന്നാൽ എത്ര വലിയ നഷ്ടമാണ്, ഒരു പർവ്വതം പോലും ആ ഒരു വിടവിനെ നികത്താൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിരവധി പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി ഐക്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഖലീഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അമീറുൽ മുഅ്മിനീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പരീക്ഷണങ്ങളും അവർ നടത്തുകയുണ്ടായി. പക്ഷെ എല്ലാം വിഫലമാകുകയുണ്ടായി. ഒരാൾക്ക് പോലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വേദനയില്ല. എവിടെ നിന്നാണ് അൽ ഖലീഫയാക്കുക? വഹാബികളിൽ നിന്നാണോ, ഷിയായിൽ നിന്നാണോ? അപ്പോൾ ആർക്കും തന്നെ ഒരു കയ്യിൽ അവർക്ക് ഒരുമിച്ച് കൂടാൻ അവർക്ക് സാധ്യമാവുന്നില്ല. വളരെ വേദനയോടെ ഞാൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ നിങ്ങൾക്ക് നിലനാട്ടണമെങ്കിൽ, അതിനെ സ്ഥാപിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമുള്ളൂ, ഖിലാഫത്തെ അഹമ്മദിയെ ബൈഅത്ത് ചെയ്യുക. നിങ്ങൾ നോക്കുക, ഈ സമയത്ത് 200-ലേറെ രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തുണ്ട്. എല്ലാ മതങ്ങളുള്ള വ്യക്തിയും ഇതിൽ പങ്കുചേരുന്നു, എല്ലാ വിശ്വാസങ്ങളുള്ള വ്യക്തിയും ഈ ഒരു ജമാഅത്തിൽ പ്രവേശിക്കുന്നു. പക്ഷേ ഈ ജമാഅത്തിൽ പ്രവേശിച്ചതിന് ശേഷം, ഖലീഫത്തുൽ മസീഹിൻ്റെ ബൈഅത്ത് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, യഥാർത്ഥ ഇസ്ലാം. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യഥാർത്ഥ ഇസ്ലാം അത് വെക്കുകയുണ്ടായി. ആ യഥാർത്ഥ ഇസ്ലാം അതാണ് അവരുടെ ഉദ്ദേശം. മുസ്ലിങ്ങൾ മറ്റുള്ള മുസ്ലിങ്ങൾ നോക്കുക, വുളൂവിൻ്റെ കാര്യത്തിൽ തന്നെ അവർ ഒരുമിക്കുന്നില്ല. ചില ആൾക്കാർ പറയുന്നു ആമീൻ എന്ന് പറയുക, ചിലർ പറയുന്നു ഒച്ചത്തിൽ പറയണം, ചിലരൊന്നും ഒച്ചത്തിൽ പറയാൻ പാടില്ല. അങ്ങനെ പല വിധത്തിലുള്ള ഭിന്നിപ്പുകളാണ്. അപ്പോൾ ഈ എല്ലാ ഭിന്നിപ്പുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, ഉമ്മത്തിൻ്റെ ഐക്യം അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അൽ വസിയത്തിൽ ഹുദൂത്ത് പറയുന്നു വഹദത്തെ ഉമ്മത്ത് എന്നിലാണെന്നാൽ അള്ളാഹുവിൽ നിന്ന് വന്നവനെ സ്വീകരിക്കുക എന്നുള്ളതിലാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അതിൽ നിങ്ങൾ ലബ്ബൈക്ക് പറയുക. വളരെയധികം ബഹുമാനത്തോടെ ഒരു കാര്യം വെക്കുകയാണ്. ജമാഅത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർ വലിയ പണ്ഡിതന്മാർ ജമാഅത്തിലുണ്ട്. ഇവരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ അഭിപ്രായങ്ങളും തമ്മിൽ എതിരുള്ള അഭിപ്രായങ്ങൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ്
നസറുല്ലാഹു നസർ അസീസ് അദ്ദേഹത്തിൻ്റെ സവിധത്തിലെത്തുമ്പോൾ ഹുസൂർ തിരുമനസ് 2 വാക്ക് എഴുതുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും അത് ഇല്ലാണ്ടായി പോകുന്നു. വെറും ഖലീഫത്തുൽ മസീഹിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഹുസൂർ തിരുമനസിൻ്റെ അഭിപ്രായം അത് മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇതാണ് ഐക്യം. ഇസ്ലാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഐക്യം എന്നുള്ളത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഉമ്മത്തിൽ ഐക്യം ആഗ്രഹിക്കുന്നെങ്കിൽ യഥാർത്ഥ നിയത്തോടു കൂടി അതിനുള്ള മാർഗം വെറും ഖിലാഫത്ത് അഹമ്മദിയാണ്, മറ്റൊരു മാർഗവുമില്ല. നിങ്ങൾക്കതൊരിക്കലും സ്വീകരിക്കാൻ സാധ്യമല്ല. ഷിയാക്കളുടെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല, വഹാബികളുടെ ഭാഗത്തെടുത്താൽ ബറേലിയുടെ അടുത്ത് പോകാൻ പറ്റില്ല, ദ്യോബന്ദികളുടെ അടുത്ത് പോകാൻ പറ്റില്ല, അഹ്ലെ ഹദീസിൻ്റെ അടുത്തും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുൽ നിന്ന് വന്ന വ്യക്തിയെ സ്വീകരിക്കുക എന്നല്ലാത്ത മറ്റൊരു മാർഗവും നിങ്ങൾക്കില്ല. എല്ലാവർക്കും പല വിധത്തിലുള്ള വിശ്വാസങ്ങളും പല വിധത്തിലുള്ള രീതിയുമാണ്. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് പറഞ്ഞിട്ടുള്ള രീതി അതാണ് യഥാർത്ഥ ഇസ്ലാം. അതുതന്നെയാണ് നമുക്കുള്ള മോക്ഷത്തിനുള്ള മാർഗവും. നിങ്ങൾക്കും വിശ്വാസം നൽകുന്നു. നിങ്ങൾ മോക്ഷം ആഗ്രഹിക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു വ്യവസ്ഥയിൽ പങ്കുചേരുക. ഇത് തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹുസൈഫ ബിൻ യമാന് ഉപദേശം നൽകിക്കൊണ്ട് പറഞ്ഞത്. ഈ ഒരു ഉപദേശം നമുക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സമയം, ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ നിന്നിലൂടെ ഞാൻ എല്ലാ മുസ്ലിങ്ങളോടും പറയുകയാണ്, തൻസീമുൽ ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമുഹും, നീ മുസ്ലിങ്ങളുടെ ജമാഅത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമാമിനെയും നീ പിടിക്കുക എന്ന്. ഇമാമിനെയാണ് പിടിക്കുന്നത്, അയിമ്മയല്ല, ഇമാമിങ്ങളെയല്ല. ഒരു ഇമാമിനെയാണ് പിടിക്കേണ്ടത്, ഒരു ഇമാമിനെയാണ് സ്വീകരിക്കേണ്ടത്. ഹുസൈഫ റളിയല്ലാഹു തആല പറയുകയുണ്ടായി, ഇമാമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അവിടുന്ന് പറയുകയുണ്ടായി, നീ കാടിൽ പോവുക, വനത്തിൽ പോവുക. നിങ്ങൾ അതായത് നാശത്തിൻ്റെയും അതുപോലെ തന്നെ വഴികേടിൻ്റെയും കാലഘട്ടമാണെങ്കിൽ നീ വനത്തിൽ പോവുക എന്ന്. ഹുസൈഫിൻ ബിൻ യമാൻ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇമാമുണ്ട് ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ജമാഅത്തുമുണ്ട്. നിങ്ങളുടെ അടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉപദേശത്തിൻ്റെ എന്തെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനെ സ്വീകരിക്കുക. ഇത് തന്നെയാണ് നിങ്ങളുടെ മോക്ഷത്തിനുള്ള അതുപോലെ തന്നെ ഐക്യത്തിൻ്റെ മാർഗം. ഇന്ന് മുഴുവൻ ലോകത്തും 200 രാഷ്ട്രങ്ങളിൽ ഈ ലോകത്ത് ഏതെങ്കിലും ജമാഅത്ത് അത് ഐക്യത്തിലുണ്ടെങ്കിൽ അത് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണ്. കാരണം എന്താണ്? ഇമാമുഹും, അവരുടെ ഒരു ഇമാമുണ്ട്. ജമാഅത്തുൽ മുസ്ലിമിന് ഒരു ജമാഅത്തുമുണ്ട്, അതുപോലെ തന്നെ ഒരു ഇമാമുമുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസ്ജിദ് ഖാമിസ് നസ്റുല്ലാഹു നസ്റൻ അസീസ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹം സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മൾ ഐക്യമുണ്ടാകാൻ വേണ്ടി. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രേക്ഷകരെ, എൻ്റെ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ ഉണ്ട്, കോളറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖുറൈശി അബ്ദുൽ ഹക്കീം സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുറൈശി ഹക്കീം സാഹിബ്. വലൈക്കും സലാം. എൻ്റെ ചോദ്യം, റസൂലുള്ളാഹിൻ്റെ ചോദ്യമുണ്ട്. ഉമ്മത്തി കമ്പ ബിൻ ഇസ്രായേൽ, എൻ്റെ ഉമ്മത്ത് ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ പോലെയായിരിക്കും. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ജമാഅത്ത് അഹമ്മദിയെ സംബന്ധിച്ച് ഇതിൻ്റെ അഭിപ്രായമാണ്. കുറച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരു വ്യക്തി അബ്ദുൾ റഷീദ്, അദ്ദേഹം തന്നെ സംബന്ധിച്ച് ഖലീഫ എന്ന് പറയുന്നു. അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖലീഫ എന്ന് വിളിച്ചിട്ടാണ് അയാൾ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് നേരിടുക? ഇതാണ് ചോദ്യം. മൗലാന ഷെയ്ഖ് മുഹമ്മദ് ഷാ സാഹിബിനോട് ഇത് ചുരുങ്ങിയ നിലയിൽ മറുപടി പറഞ്ഞാലും. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ ഉമ്മത്തിൽ വരുന്ന പണ്ഡിത ഉലമാക്കളെ 2 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഹദീസാണ് ഞങ്ങൾ പറഞ്ഞത്, ഉലമാ ഉമ്മത്തി കംബിയായ ബനി ഇസ്രായേൽ. അതായത് എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ബനി ഇസ്രായേലിലെ അമ്പിയാക്കൾക്ക് തുല്യരായിരിക്കും. രണ്ടാമത്തെ
മറ്റൊരു സ്ഥലത്ത് തിരുമേനി പറഞ്ഞിട്ടുള്ളത് ഈ ഉലമാക്കളെ സംബന്ധിച്ച് മിഷ്കാത്തിൻ്റെ ഒരു ഹദീസാണ്, ഉലമാഹും ഷർറ മിൻ തഹ്താദി മിസ്സമായ. അതായത് ആ ഉലമാക്കൾ എങ്ങനെയുള്ളവരായിരുന്നു വെച്ചാൽ അവസാന കാലത്തെ അവർ ആകാശത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ടരായിരിക്കും അവർ. ഈ കാറ്റഗറികൾ ഒന്ന് ഉലമാ ഉമ്മത്തി, ഒന്ന് ഉലമാഹും. ഒരു സാധാരണഗതി ഇങ്ങനെ മനസ്സിലാക്കും ഏതാണ് ഉലമാഹുമ്മിൽ ആരാണ്, അതല്ല ഉലമാത്തിൽ ആരാണ് എന്നുള്ളത്. ഇവിടെ ഉമ്മത്തി എന്ന് പറയുന്നത് ഇത് വളരെ മനസ്സിലാക്കേണ്ട. ഇവിടെ യായ മുത്തക്കല്ലിമാണ്, അതായത് എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ. എൻ്റെ എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഉലമാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർച്ചയായും അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. കാരണം ദീനിൽ വെറും വാക്കാൽ പറയുക, പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് യാതൊരു അർത്ഥവുമില്ലാത്ത സംഗതിയാണ്. അതായത് ഖാലിദ് എന്നൊരാൾ വെക്കണം എന്നോ അയാളൊന്നും ജീവിച്ചിരിക്കില്ലല്ലോ. ഖാലിദ് എന്ന പേര് വെച്ചത് കൊണ്ട് മാത്രം, അതായത് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ ഇല്ല, അങ്ങനെ വെറും പേര് വെച്ചതുകൊണ്ട് ഇല്ല. അതുപോലെ തന്നെ ഉമ്മത്തി എന്ന് പറഞ്ഞത് കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ്ണ അനുസരണം എന്താണ്? ഇത്തബ എന്താണ്? അത് ഖിലാഫത്തുമായി നമുക്ക് മനസ്സിലാക്കാം. സൂറ നൂറിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറയുന്ന സൂറ നൂറിൽ യഥാർത്ഥ ഖിലാഫത്ത് എന്ന് പറയുന്നത് അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പറയപ്പെടുന്നത്, അതായത് ഈമാനും സൽക്കർമ്മങ്ങളുമാണ് അതിനുള്ള നിബന്ധന. ഇവിടെ സൽക്കർമ്മം വളരെ ഹിക്മത്തുള്ളൊരു സംഗതിയാണ്. അതായത് റുക്കുവും സുജൂദൊക്കെ ഒന്നാണ്. എന്നാൽ അയാൾ അസറിന് ശേഷമാണെങ്കിൽ ചെല്ലുന്നത് 4 റക്കാത്തിന് ശേഷം 5 റക്കാത്താണോ നിസ്കരിക്കുന്നതെങ്കിലോ ഇത് സൽക്കർമ്മമായിരിക്കില്ല. ഖലീഫയുടെ അർത്ഥം എന്ന് പറയുന്നത്, അതിൻ്റെ ലുക്കുബായിട്ടുള്ള അർത്ഥം, അത് ഒരാളുടെ പകരക്കാരൻ എന്നാണ്. അത് അപ്പോൾ ഖലീഫ മജാസ് എന്നത് പറയേണ്ട അർത്ഥം എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകരക്കാരൻ എന്നുള്ളതാണ്. അത് ആരെങ്കിലും ഇങ്ങനെ എഴുതിയത് കൊണ്ട് മാത്രം അതും പോരാ, മറിച്ച് ആ ഗുണങ്ങളും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഖലീഫ ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പണിയാണ്. മനുഷ്യൻ അത്ര തന്നെ തൻ്റെ സ്വന്തം അടിസ്ഥാനത്തിൽ സ്വന്തം നിലയിൽ എന്തൊക്കെ പേര് എഴുതിയാലും അത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരാളെ ഇങ്ങനെ എഴുതിയത് കൊണ്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥ ഖിലാഫത്ത് എന്ന് പറഞ്ഞ് അതിൻ്റെ അടയാളങ്ങളും കൂടെ ഉണ്ടാവും, സത്യ ഖിലാഫത്തിൻ്റെ. അതാരെങ്കിലും എന്തെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിനുള്ള എനിക്ക് മറുപടി പറയാനുള്ളത്. ജസാക്കും ലാഹ്സനുൽ ജസാ. മറ്റൊരു ടെലിഫോൺ കോളറുണ്ട് ഈ പ്രോഗ്രാമിൽ. ബംഗ്ലാദേശിൽ നിന്ന് മുക്കറം ആരിഫ് സമാൻ സാഹിബ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിഫ് സമാൻ സാഹിബ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം, ഓരോ ഖലീഫക്കും ബൈഅത്ത് ചെയ്യൽ അനിവാര്യമാണോ? ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് അതിന് തെളിവ് അവതരിപ്പിച്ചാലും. മൗലാന ഹമീദ് കൗസർ സാഹിബിനോട് ഞാൻ അപേക്ഷിക്കുന്നു, വളരെ ചുരുങ്ങിയ നില മറുപടി പറഞ്ഞാലും. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് സ്ഥാപിതമാണ് ഓരോ ഖലീഫയെയും എല്ലാ ഖലീഫമാരെയും ബൈഅത്ത് ചെയ്യൽ അനിവാര്യമാണെന്നുള്ളത്. അതിൻ്റെ തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടായപ്പോൾ കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർ സഖീഫ ബനു ഒരുമിച്ച് കൂടി അവർ ഒരാളെ ഖലീഫ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച ചെയ്തു. അത് ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉബൈദുല്ല ജറാർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരെ മനസ്സിലാക്കി കൊടുത്തു, അവർക്ക് ബാധ്യമായി. അതിനുശേഷം പിന്നീട് അബ്ദുൽ അബൂബക്കറിനെ ഖലീഫയാക്കിയപ്പോൾ അവിടെ സഖീഫ ബനു സഅദിലെ അവരുടെ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്തത്. മസ്ജിദ് നബവിയിലും പിന്നീട് ബൈഅത്ത് ഉണ്ടായി. അതിനുശേഷം അതിന് ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. അതിനുശേഷം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. ഞാനൊരു ഹദീസും കേൾപ്പിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ മാത ലൈസ ഫി ഉനുകിഹി ബൈഅത്തുൻ മാത മീതത്തുൻ ജാഹിലിയ. ഏതൊരാളാണോ ഈ അവസ്ഥയിൽ മരിക്കുന്നത്, അതായത് ആരുടെയെങ്കിലും ബൈഅത്തിൽ ഉൾപ്പെടാതെ മരിക്കുന്നത്, അവൻ്റെ മരണം എന്ന് പറയുന്നത് ജാഹിലിയത്തിൻ്റെ മരണമാണ്.
ഇപ്പോൾ ചോദ്യം ഉയരുന്നു, അത് അബൂബക്കർ, ഉമർ, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം വെച്ചാൽ അവർ ഈ ഹദീസ് കേട്ടിട്ടുണ്ടായിരുന്നു, മാതമീത്തൻ ജാഹലിയ, അതുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്തു. ഹസരത്ത് അബൂബക്കർ, ഹസരത്ത് ഉസ്മാൻ, ഹസരത്ത് അലി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഇത് ചരിത്രത്തിൽ നിന്ന് സ്ഥാപിതമാണ്. ഇത് അവർ സ്വയംകൃതമായിട്ട് അവർ തൃപ്തിപ്പെടുകയാണ്. അതായത് അങ്ങനെ ബയ്യത്ത് വേണ്ട എന്നുള്ളത്. ഇത് ഗൈർ അഹമ്മദി ബയ്യത്ത് ചെയ്യാൻ നിർബന്ധമല്ല എന്ന് പറയുന്നു. ഇത് വാസ്തവത്തിൽ ഒരു വ്യാജമായൊരു തൃപ്തിപ്പെടലാണ്. വാസ്തവത്തിൽ ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ ഹദീസിൽ പറഞ്ഞത്, അൽ ഇമാമു ജുന്നത്തുൻ. ഇമാം എന്ന് പറയുന്നൊരു പരിചയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ശത്രുക്കളെ നേരിടുന്നത്. ഇന്ന് മുസ്ലിങ്ങളെ ശത്രുക്കളെ നേരിടണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരൊരു ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ചെയ്യാം. അല്ലാതെ ഇമാം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയില്ല, പരിചയം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ശത്രുക്കളെ നമുക്ക് നേരിടാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾക്കെതിരാണിത്. ഒരിക്കലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ഇത്രമാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പരിപാടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം മുജാഹിദ് സാഹിബിനോടാണ്. ഖിലാഫത്തെ അഹമ്മദിയ, ഖിലാഫത്തെ റാഷിദ, ഇതിൽ അടിസ്ഥാനപരമായ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. നബിയെ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അത് സംഭവിക്കുന്നത് ലോകത്ത് പലതരത്തിലുള്ള ഫസാദും കുഴപ്പങ്ങളും വ്യാപിക്കുമ്പോഴാണ്. വിശുദ്ധ ഖുർആൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ സഹർ അൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, അതായത് ഫസാദ് അത് കരയിലും കടലിലും അത് വ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ദാസരിൽപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഇത് തജല്ലി അങ്ങനെ പ്രകടമാകുന്നു. ഖുദ്റത്തെ സാനിയ അഥവാ ഖിലാഫത്ത് അത് പ്രകടമാകുന്ന നബിയുടെ വഫാത്തോടു കൂടിയിട്ടാണ്. നബി മുഖേന ബീജാവാപം ചെയ്യപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനകളും ശരീഅത്തും അതൊക്കെ അതിൻ്റെ പ്രാരംഭഘട്ടമായിരിക്കും. നബിയുടെ വഫാത്ത് സംഭവിക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ശത്രുക്കൾ വിചാരിക്കാൻ തുടങ്ങും, ഇപ്പോൾ ഈ ഒരു ജമാഅത്ത് ഇല്ലാണ്ടാകും എന്നുള്ളത്. ഇവരെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആ സമയത്ത് അള്ളാഹു അവരിൽ നിന്നുള്ള ഒരാളെ നബിക്ക് പകരക്കാരനായിട്ട് എഴുന്നേൽപ്പിക്കുകയും ഇതിനെ ഖിലാഫത്തെ ഖുദ്റത്ത് സാനിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പണ്ട് മുതലേ നടന്നു വരുന്ന സംഗതിയാണ്. തുടക്കം മുതലേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ള പറയുകയുണ്ടായി, മാ കാനത്ത് നുബുവത്തു കത്തു ഇല്ലാത്ത ഖിലാഫത്ത്, അതായത് ഒരു നുബുവത്തും ഉണ്ടായിട്ടില്ല, അതിനുശേഷം ഖിലാഫത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാതെ കണ്ട്. ഈ ചുരുങ്ങിയ ആമുഖത്തിന് ശേഷം ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഖിലാഫത്തെ റാഷിദ, ഖിലാഫത്തെ അഹമ്മദിയ. ഖിലാഫത്തെ റാഷിദയുടെ കാലഘട്ടം അത് 40 വർഷമായിരുന്നു. ഇപ്പോൾ ഖിലാഫത്തെ അഹമ്മദിയുടെ കാലഘട്ടം അത് 100 വർഷം പിന്നിടുകയുണ്ടായി. ഈ രണ്ടിനും ഇടയിൽ എന്ത് സാദൃശ്യമാണുള്ളത്? ഒന്നാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള സാദൃശ്യം എന്ന് പറയുന്നത്, ഈ രണ്ട് ഖിലാഫത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ചാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അത് സാധാരണ മനുഷ്യനുണ്ടാക്കിയതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ട് ഖിലാഫത്ത് നിലവിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു പ്രസിദ്ധ സഹാബി ഉസൈഫ റളിയല്ലാഹു അൻഹു വിവരിക്കുകയുണ്ടായ ഒരു വലിയ ഹദീസാണ്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ നുബുവത്ത് നിലനിൽക്കുന്നതായിരിക്കും, പിന്നീട് അവനെ എടുത്തു കളയുന്നതായിരിക്കും, എന്നിട്ട് ഖിലാഫത്ത് അലാ മിൻഹാജു നുബുവത്ത് വരും. പിന്നീട് വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. പിന്നെ അവസാനം ഉസൂർ പറയുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഖിലാഫത്ത് അലാ മിൻഹാജു നുബുവത്ത് വീണ്ടും സ്ഥാപിതമാകുന്നതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മൗനം അവലംബിച്ചു. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാദൃശ്യമാണ്. രണ്ടാമത്തെ അടിസ്ഥാന സാദൃശ്യം എന്ന് പറയുന്നത്, ഈ നിസാം എന്ന് പറയുന്നത് ഖിലാഫത്ത് റാഷിദിൻ്റെ ഖിലാഫത്ത് അത് ആത്മീയ സംവിധാനമാണ്, വ്യവസ്ഥിതിയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറ അന്നൂറിൽ അള്ളാഹു ഖിലാഫത്തിൻ്റെ അടയാളങ്ങൾ പ്രതിപാദിച്ചത് അവയെല്ലാം തന്നെ ഈ ഖിലാഫത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അതായത് ദീനിന് പ്രബലത കൈവരിക്കുക, ഭയത്തിന് ശേഷം സമാധാനത്തിലേക്ക് വരിക, ഈ ആരാധന സ്ഥാപിക്കുക, അത് ദീന് എല്ലാ രീതിയിലും പ്രചരിക്കുക. ഇതുപോലെ ആദ്യകാലങ്ങളിൽ 40 വർഷത്തിൽ നോക്കുക, മക്കയുടെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് മുഴു ലോകത്തും അത് പ്രചരിക്കുകയാണില്ല. അതേ അവസാനം ഇന്ന് 100 വർഷം പിന്തുടരുന്ന മുമ്പേ തന്നെ അഹമ്മദ് 200 രാജ്യങ്ങളിലധികം വ്യാപിക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായ ഒരു സാദൃശ്യമാണ്. മൂന്നാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത് 2 ഖിലാഫത്തുകളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ പ്രചരണവും വിശുദ്ധ ഖുർആൻ്റെ വ്യാപിപ്പിക്കലുമാണ്. നോക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ വഫാത്തിന് ശേഷം വിശുദ്ധ ഖുർആനെ ക്രോഡീകരിക്കേണ്ടേ, അതിന് മുഫസ്സിരീങ്ങളുണ്ടായി, വിശുദ്ധ ഖുർആനെ ക്രോഡീകരിച്ചു. ഈ കാലഘട്ടത്തിൽ നോക്കുക, വിശുദ്ധ ഖുർആനെ ലോകത്തും വ്യാപിപ്പിക്കാനുള്ള പ്രവൃത്തി അത് ഈ ഖിലാഫത്തിലൂടെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഖിലാഫത്തിലൂടെ ലോകം മുഴുവനും ഖുർആൻ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. നാലാമത്തെ അടിസ്ഥാന സംഗതി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ ഖിലാഫത്ത് റാഷിദീനിൽ അത് മുഅ്മിനീൻ മുഖേന ഇത്താഅത്തിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു ഈ ഖിലാഫത്ത് മുഖേന ഇസ്ലാമിനെ മുഴുവൻ ലോകത്തും പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അടിസ്ഥാന സാദൃശ്യങ്ങൾ ഖിലാഫത്ത് റാഷിദിലും ഖിലാഫത്ത് അഹമ്മദിയായാലും അതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഗ്രന്ഥമായ അൽ വസിയത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമ്മോട് പറയുന്നത്, ഞാനോട് കാര്യങ്ങൾ പറയുകയാണ്, അൽ വസിയത്ത് എന്ന ഗ്രന്ഥം അത് വളരെ നിസ്സാരമായ ഒരു ഗ്രന്ഥമായി തോന്നാമെങ്കിലും ചെറിയൊരു ഗ്രന്ഥമാണ്. അതെങ്കിലും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായ സുപ്രധാന കാര്യങ്ങൾ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം അതിൽ വിവരിച്ചിട്ടുണ്ട്. അത് മസീഹ് സ്വലാത്തു വസ്സലാം ആദ്യത്തെ ഖിലാഫത്ത് റാഷിദയെ സംബന്ധിച്ചിട്ടും അതിന് ശേഷമുള്ള ഖുദറത്ത് സാനിയെ സംബന്ധിച്ചും വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ അള്ളാഹു 2 തരത്തിലുള്ള ഖുദറത്തുകൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഒന്ന് നബിയുടെ കൈകളാൽ, ഒന്ന് നബിയുടെ വഫാത്തിന് ശേഷം. ഇത് സംബന്ധിച്ച് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുകയുണ്ടായി. അത് മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം യൂശുഫ് ഇബ്നു നൂൻ്റെ ഖിലാഫത്ത് സ്ഥാപിതമായതിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. പിന്നീട് ഹുസൂർ പറയുകയാണെങ്കിൽ, അല്ലയോ സുഹൃത്തുക്കളെ, അള്ളാഹു പണ്ട് മുതൽക്കുള്ള അള്ളാഹുവിൻ്റെ കുതിരത്താണിത്. അവൻ 2 തരത്തിലുള്ള കുതിരത്തുകൾ, ശക്തിപ്രഭാവങ്ങൾ കാണിക്കണം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ശേഷം ദുഃഖിതരാവത്, ഖിലാഫത്തുണ്ടാവും, നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ ബന്ധപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹുസൂർ നിരന്തരം ഉമ്മത്തിനെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹുസൂറിൻ്റെ വാക്കുകൾ തന്നെ കേൾപ്പിക്കാം. ഹുസൂർ പറയുകയാണ്, അതുകൊണ്ട് ഖിലാഫത്തെ അഹമ്മദിയായും ഇസ്ലാമിൻ്റെ പുനർജീവനത്തിൽ ഖിലാഫത്ത് റാഷിദയുടെ തുടർച്ചയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആദ്യ കാലഘട്ടത്തിൽ ഖിലാഫത്തിനെ അള്ളാഹുവിനെ അറിവ് സംബന്ധിച്ചുകൊണ്ട് ഒരു കാലം കഴിഞ്ഞിട്ട് അത് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഖിലാഫത്തിന് അള്ളാഹുവിൽ നിന്ന് അറിവ് സമ്പാദിച്ചുകൊണ്ട് അതെന്നും നിലനിൽക്കുമെന്നുള്ള സുവാർത്തയാണ് നൽകിയത്. എന്നാൽ ആർക്കാണ്? ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക്, തഖ്വയിൽ ചരിക്കുന്നവർക്ക്, സൽക്കർമ്മം ചെയ്യുന്നവർക്കാണ്, ഇബാദത്തിൽ മുന്നേറുന്നവർക്കാണ് അതുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഖിലാഫത്തിൻ്റെ നിസാമിനെ അത് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുപോകുന്നത് അത് അല്ലാഹു സ്വയം ഏറ്റെടുത്തിരിക്കണം. അതുകൊണ്ട് ഖിലാഫത്ത് റാഷിദ, ഖിലാഫത്ത് അഹമ്മദിയ ഇത് ഒരേ നാണയത്തിൻ്റെ തന്നെ 2 വശങ്ങളാണ്. അത് ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കൊണ്ടിരിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, തീർച്ചയായും എൻ്റെ വേർപാടിൻ്റെ സമയം വരിക അനിവാര്യമാണ്. അത് നമ്മുടെ ദൈവം വാഗ്ദാനം പാലിക്കുന്നവനാണ്. അവനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അവൻ വാഗ്ദാനം പറഞ്ഞതെല്ലാം അവൻ ചെയ്ത് കാണിക്കുന്നതാണ്. അത് ലോകത്തിൻ്റെ അവസാന നിമിഷമാണെങ്കിലും അത് അവൻ തീർച്ചയായും അവൻ പറഞ്ഞു കാര്യമായിട്ടുള്ള അവൻ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുതിരത്തിൻ്റെ രൂപത്തിലാണ് വന്നിട്ട്. ഞാൻ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്താകുന്നു. എനിക്ക് ശേഷം ഒരുപാട് അസ്തിത്വങ്ങളുണ്ടാകും ഈ കുതിരത്തിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ട്. റുഹാനി ഖസായിൻ വാള്യം 20. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ
ഈ വിഷയത്തിൽ നമ്മൾ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया